ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബനാന പോളയുടെ റെസിപ്പിയാണ്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ ഓൾ ബട്ടണും കൂടി ഞെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറന്നു പോകരുത്. ഇതൊന്ന് ടേസ്റ്റ് നോക്കാൻ നോക്കിയതാണ്. നല്ല ചൂടായിരുന്നു. ചൂടോട് കൂടിയിട്ടാണ് ഞാനത് മുറിച്ചത്. പിന്നെ ചൂടാറിയതിന് ശേഷമാണ് കഴിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി 4 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ 4 മുട്ട കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതാണ്. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ 4 മുട്ടയും ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 4 മുട്ടയ്ക്ക് 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുക്കുന്ന അളവ്. അപ്പോൾ ഇനി നിങ്ങൾ 2 മുട്ടയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 നേന്ത്രപ്പഴം ആണ് എടുക്കേണ്ടത് കേട്ടോ. അളവ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, എങ്കിലേ ഇത് നന്നായി കിട്ടുള്ളൂ. ഇനി 4 മുട്ടയും ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഏലക്കയും അതിൻ്റെ കൂടെ ഞാൻ വാനില എസൻസും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയുടെ പച്ചമണം എത്ര ഇതൊക്കെ ചേർത്താലും വേറെ ഒരു മണം പ്രത്യേകിച്ചും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 2 ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതാ ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തത്. അധികം പഴുപ്പ് ഏറിയതല്ല, എന്നാൽ പഴുത്തതുമാണ്. അങ്ങനെയുള്ള ഒരു പഴമാണ് കിട്ടേണ്ടത്. ഇനി ഇതാ ഒന്ന് ഇതുപോലെ നടുകെ മുറിച്ച് കൊടുത്ത് ചെറുതായിട്ട് വേണം നുറുക്കിയെടുക്കാൻ ഈ ഒരു പരുവത്തിൽ. ഇനി ഇതും മാറ്റി വെക്കാം നമുക്ക്. ഇനി ആവശ്യമായത് ഒരു പാനാണ്. പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് RKGയുടെ നെയ്യാണ്. ഏത് നെയ്യ് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരിക്കലും ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഈ അണ്ടിപ്പരിപ്പ് നമുക്ക് എണ്ണയിൽ നിന്നും കോരാം, ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത്. ഇപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതാണ് ഉണ്ടായിരുന്നത്. ഏത് മുന്തിരി ആയാലും ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല. ഇനി അതും കൂടി കോരിയിട്ട് അതേ എണ്ണയിൽ തന്നെ ഈ പഴവും ഒന്ന് ഇട്ട് കൊടുക്കാം. പഴം ഏകദേശം ഒരു കളർ ചേഞ്ചായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മധുരം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊരു കളർ ചേഞ്ചായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതും നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വെക്കാം. ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു പഴയ പാനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് എണ്ണ തൂവി കൊടുത്തിരുന്നത്. നിങ്ങൾ കുറച്ച് കൂടുതൽ എണ്ണ തൂവി കൊടുത്തോളൂ. ഇനി ആ മുട്ടയുടെ കൂട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബനാന ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. പിന്നെ ഈ സമയത്തും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ സിമ്മിലാണ് ഞാൻ തീ വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നി അടി പിടിച്ചു പോകുമ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് എണ്ണ തൂവി കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പഴയ നമ്മൾ ഒഴിവാക്കിയ ഒരു തട്ടൊക്കെ ഉണ്ടാവില്ലേ, അത് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് അതൊന്ന് ആദ്യം ചൂടാക്കിയെടുത്തു. ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നല്ല ചൂടാക്കിയെടുത്തിട്ട് പിന്നെ ഞാൻ വളരെ സിമ്മിലാക്കിയെടുത്തു. എന്നിട്ടാണ് പിന്നെ ഈ പാൻ മുകളിൽ വെച്ച് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഇത് മൂടി വെക്കാൻ മറക്കരുത്. പിന്നെ മൂടിക്ക് ഇതുപോലെ ഹോളുണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് മൂടി കൊടുത്താൽ മതി.
ഇത് വേവാൻ ഏകദേശം ഒരു 15 to 20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ഇനിയിപ്പോൾ ഇതാ ഒരു ഹാഫ് വേവ് ആയ സമയത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് പകുതി മാത്രമാണ് വെന്തത്. ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അണ്ടി മുന്തിരി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹാഫ് വേവ് ആകുന്ന സമയത്താണ് ഇത് ഇട്ട് കൊടുക്കാൻ നല്ലത്. ഇനി അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഭംഗി കൂട്ടാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് മൂടി വെക്കണം. ഒരു 5 മിനിറ്റെങ്കിലും മൂടി വെക്കണം. ഇതൊക്കെ ചെയ്യുന്ന സമയത്തും തീ വളരെ കുറച്ച് വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. ഇപ്പോഴും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇത് അടുപ്പിൽ നിന്നും മാറ്റി. ഈ തട്ടൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നേരത്തെ ആദ്യം തയ്യാറാക്കിയ ആ പാനുണ്ടല്ലോ, അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം വീണ്ടും വെക്കണം. എന്നിട്ട് ആ അടിഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന പോളയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചായക്കൊപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബനാന പോളയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എല്ലാവരും വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.